Good afternoon. Good afternoon. Okay, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഹാൻഡ്ലിംഗ് എംപ്ലോയി ഇൻഡിസിപ്ലിൻ ഓർ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ഭാഗം കംപ്ലീറ്റ് ആയില്ലേ? ഡെഫിനിഷൻസ് വരെ പറഞ്ഞു നിർത്തി അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ ഡിസിപ്ലിനറി പ്രൊസീജിയർ അല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ, വായിച്ചു നോക്കിയിരുന്നോ അവിടെ വരെ? ക്ലിയർ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ പഠിപ്പിക്കുന്നത്. ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അച്ചടക്ക നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സ് അല്ലെങ്കിൽ ഘട്ടങ്ങളാണ്. നമ്മൾ ഓരോ ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്സ് ആയിട്ട് പഠിക്കുകയാണെ. ഡിസിപ്ലിനറി പ്രൊസീജിയർ ഇൻക്ലൂഡ്സ് വേരിയസ് സ്റ്റെപ്സ് വിച്ച് ആർ ആസ് ഫോളോസ്. ഒരു ഡിസിപ്ലിനറി പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു അച്ചടക്ക നടപടിക്രമവുമായി ബന്ധപ്പെട്ട വിവിധ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഘട്ടങ്ങളാണ് നമ്മൾ ആദ്യം താഴെ ഓരോന്നും പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ? പ്രാഥമിക അന്വേഷണം അല്ലെ? ഒരു അച്ചടക്ക ലംഘനം അല്ലെങ്കിൽ ഒരു വയലൻസ് നടന്നിട്ടുണ്ട് എങ്കിൽ, ഒരു അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. Now disciplinary action can be taken by the management until they are confirmed about the misconduct done by any employee. ഏതൊരു എംപ്ലോയി അല്ലെങ്കിൽ ഏതൊരു തൊഴിലാളിയും ഒരു മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഒരു തെറ്റായ നടപടിയോ അല്ലെങ്കിൽ ഒരു മോശമായ പെരുമാറ്റമോ അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മയോ നടത്തിയിട്ടുണ്ട്
എന്ന് ഉറപ്പുവരുത്താതെ ഒരിക്കലും അവർക്കെതിരെ മാനേജ്മെന്റ് ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എവിടെയെങ്കിലും കേൾക്കുന്ന ഇപ്പൊ അവർ ഒരു അച്ചടക്ക ലംഘനം നടത്തി എന്ന് ഒരിക്കലും കൺഫേം ചെയ്യാതെ ഉറപ്പുവരുത്താതെ ഒരിക്കലും അവർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ പാടില്ല. Then for this authorities conducted preliminary investigation. അപ്പൊ ഇവരെ ഒരു അച്ചടക്ക ലംഘനം നടത്തിയോ അല്ലെങ്കിൽ ഒരു മോശമായ പെരുമാറ്റം കാഴ്ചവെച്ചോ എന്ന് കൺഫേം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവിടുത്തെ അതോറിറ്റീസ് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പ്രാഥമിക പരിശോധന നടത്തുന്നു അല്ലെങ്കിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നു. This main aim of this preliminary investigation is to confirm whether any violation has been conducted or not and what is the severity of that violation. ഇതിന്റെ ഈ ഒരു പ്രാഥമിക വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇനി ഇവിടെ എന്തെങ്കിലും വയലേഷൻസ് അല്ലെങ്കിൽ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടോ, ഇനി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ അത് ഉറപ്പുവരുത്തുക. നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തീവ്രത എത്രത്തോളമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. Depending upon the degree of severity of violation, the investigating officer can either warn or give a charge sheet to the accused if the violation is minor and take strict actions like termination in case of major violations of rule. But ഇവർക്ക് മനസ്സിലായി ആ ഒരു വയലേഷൻ അവിടെ നടന്നിട്ടുണ്ട്, ഒരു നിയമലംഘനം അല്ലെങ്കിൽ ഒരു അച്ചടക്ക ലംഘനം അവിടെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അത് എത്രത്തോളം തീവ്രതയിലാണ് ആ ഒരു ലംഘനം നടത്തിയിരിക്കുന്നത്, അതിന്റെ സിവിയറിറ്റി എത്രയാണ് എന്നുള്ളത് അല്ലെങ്കിൽ അതിന്റെ ഡിഗ്രി എത്രത്തോളമാണ്, ഒരു തീവ്രത അതിന്റെ അളവ് എത്രത്തോളമാണ് എന്നൊക്കെ ആശ്രയിച്ച് ആ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, അത് പരിശോധിക്കുന്ന ഒരു ഓഫീസർ അവരെന്ത് ചെയ്യുന്നു, മൈനർ ആയിട്ടുള്ള വളരെ ചെറിയ വയലേഷൻസ് അല്ലെങ്കിൽ ലംഘനങ്ങളാണ് നടത്തിയിരിക്കുന്നതെങ്കിൽ അവരോട് എന്ത് ചെയ്യും, ആ എംപ്ലോയീസിന്റെ അടുത്തേക്ക് എന്തെങ്കിലും വാർണിംഗ്സ് മുന്നറിയിപ്പുകൾ നൽകാം, അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കുറ്റപത്രങ്ങളും അവർക്കെതിരെ നൽകാം. ഇനി വളരെ വലിയ രീതിയിലുള്ള മേജർ വയലേഷൻസ് ഓഫ് റൂൾസ് ആണ് നടത്തിയിരിക്കുന്നതെങ്കിൽ അവർക്കെതിരെ വളരെ കർശനമായിട്ടുള്ള ടെർമിനേഷൻ അല്ലെങ്കിൽ പിരിച്ചുവിടൽ പോലെയുള്ള നടപടികളും സ്വീകരിച്ചേക്കാം. അപ്പൊ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ആണ് ആദ്യത്തെ ഡിസിപ്ലിനറി പ്രൊസീജിയറിലെ സ്റ്റെപ്പ്. ആ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പ്രാഥമിക പരിശോധന അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം എന്ന് പറഞ്ഞാല് എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഒരു എംപ്ലോയി ഒരു മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഒരു മോശമായ പെരുമാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമലംഘനം നടത്തിയെന്ന് ഉറപ്പുവരുത്തുന്നത് വരെ, ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് അവരെ ശിക്ഷിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻസ് അവർക്കെതിരെ എടുക്കാൻ പാടുള്ളൂ. അല്ല, ഉറപ്പുവരുത്തുന്നതിന് മുൻപ് ഒരിക്കലും അവർക്കെതിരെ അച്ചടക്ക നടപടികൾ നേരിടാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഈ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിലൂടെ നമുക്ക് ആ അതോറിറ്റീസിന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇങ്ങനെയൊരു വയലേഷൻസ്, റൂൾസിന്റെ വയലേഷൻസ് അവിടെ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. ഇനി അത് നടന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് വളരെ ചെറിയ രീതിയിലുള്ള ഒരു വയലേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയീസിന് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒന്നില്ലെങ്കിൽ മുന്നറിയിപ്പുകൾ നൽകാം, അല്ലെങ്കിൽ ചാർജ് ഷീറ്റുകൾ കൊടുക്കാം, കുറ്റപത്രങ്ങൾ കൊടുക്കാം. അതല്ല എങ്കിൽ വളരെ മേജർ ആയിട്ടുള്ള വയലേഷൻസ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ലംഘനങ്ങളാണ് നടന്നിട്ടുള്ളതെങ്കിൽ എന്താണ്, വലിയ രീതിയിലുള്ള പിരിച്ചുവിടൽ പോലെയുള്ള കർശനമായിട്ടുള്ള നടപടികളും സ്വീകരിക്കാവുന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ.
ക്ലിയർ അല്ലേ? പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ്. ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കുറ്റപത്രം ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. A charge sheet is a show cause notice which explains the misconduct done by the employee and the reason for the misconduct in written form. അപ്പൊ ഈ ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റപത്രം എന്ന് പറയുന്നത് ശരിക്കും ഷോ കോസ് നോട്ടീസ് ആണ്, അതായത് കാരണം കാണിക്കൽ നോട്ടീസ് ആണ്. വിച്ച് എക്സ്പ്ലെയിൻ ദ മിസ്കണ്ടക്ട് ഡൺ ബൈ ദ എംപ്ലോയി. അതിൽ എന്തൊക്കെ എന്ത് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടാവും? ആ എംപ്ലോയി നടത്തിയിട്ടുള്ള മിസ്കണ്ടക്ട് അല്ലെങ്കിൽ മോശമായ പെരുമാറ്റം അല്ലെങ്കിൽ അച്ചടക്ക ലംഘനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വിശദീകരിക്കുന്ന ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ആണ് ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കുറ്റപത്രം എന്ന് പറയുന്നത്. ആൻഡ് ദ റീസൺ ഫോർ ദ മിസ്കണ്ടക്ട് ഇൻ റിട്ടൺ ഫോം. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യണം, എംപ്ലോയി എന്ത് ചെയ്യണം, അവരത് കാണിക്കാനുള്ള ഒരു കാരണങ്ങളും കാണിക്കുന്ന ഒരു റിട്ടൺ ഫോമിൽ അല്ലെ എഴുതി തയ്യാറാക്കുന്ന ഒരു രേഖാമൂലം അതിന്റെ കാരണങ്ങൾ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു ഷോ കോസ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? കാരണം കാണിക്കൽ നോട്ടീസ് ആണ്. അതായത് ഇങ്ങനെ ഒരു മിസ്കണ്ടക്ട് അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ആര് കൊടുക്കണം? എംപ്ലോയീസ് കൊടുക്കണം. അപ്പൊ ഒരു മിസ്കണ്ടക്ട് നടത്തി എന്ന് ഇവിടെയുള്ള ആ ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അടുത്തതായിട്ട് അവർക്കുള്ള ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കുറ്റപത്രം തയ്യാറാക്കുകയാണ് ചെയ്യാം. ആ ഒരു കുറ്റപത്രം തയ്യാറാക്കുക എന്ന് പറഞ്ഞ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ആണ്. അതിന് എന്താണ് ആ ഒരു എംപ്ലോയി ഏത് തരത്തിലുള്ള തെറ്റായ പെരുമാറ്റം അല്ലെങ്കിൽ അച്ചടക്ക ലംഘനമാണോ നടത്തിയിരിക്കുന്നത് അതിനെ കുറിച്ചും അതുപോലെ തന്നെ അത് ചെയ്യാനുണ്ടായ കാരണത്തെ കുറിച്ചും കൃത്യമായിട്ട് രേഖാമൂലം അത് വിശദീകരിക്കുകയും വേണം. Once the preliminary investigation is done and it becomes clear that the misconduct is done by an employee, the investigating officer can formulate a charge sheet as soon as possible. അപ്പൊ ഒരു പ്രാവശ്യം ഈ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം നമ്മൾ നടത്തി കഴിഞ്ഞാൽ ആ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും നമുക്ക് വ്യക്തമായി, അതായത് ആ ഒരു എംപ്ലോയി ഒരു തെറ്റായ പെരുമാറ്റം അല്ലെങ്കിൽ ഒരു നിയമലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പാകും അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എത്രയും വേഗത്തിൽ അവർക്കെതിരെ ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് എ പണിഷ്മെന്റ് but a warning letter for the violator to make him realize his mistakes and alert him of the consequences if he violates the rule. ഇതൊരിക്കലും ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ശിക്ഷയല്ല, മറിച്ച് എന്താണ്, അവർക്കൊരു വാർണിംഗ് ലെറ്റർ, ഒരു മുന്നറിയിപ്പ് കത്താണ് നമുക്ക് ശരിക്കും കൊടുക്കുന്നത്. ആർക്ക്? ആ വയലേറ്ററിന്, ആ നിയമം ലംഘിച്ച വ്യക്തിക്കുള്ള ശിക്ഷയല്ല, മറിച്ചൊരു മുന്നറിയിപ്പും ഉള്ള ഒരു ലെറ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിലൂടെ ഈ ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ആ ഒരു കുറ്റപത്രം കിട്ടുമ്പോൾ ആ വ്യക്തി, അതായത് അത് ലംഘിച്ച വ്യക്തി മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന തെറ്റുകൾ മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇത് ഇങ്ങനെ ഒരു വയലേഷൻസ് റൂൾ വയലേറ്റ് ചെയ്താൽ, ഈ റൂൾ ലംഘിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു അലേർട്ട് അല്ലെങ്കിൽ ഒരു ബോധവും കൂടി അവർക്ക് ഇതിലൂടെ വരണം. But one thing that the investigator should keep in mind before framing charge sheet is the absence of the punishment according to the misconduct committed. എപ്പോഴും ഈ ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് ആ ഇൻവെസ്റ്റിഗേറ്ററിന്റെ മൈൻഡിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് മിസ്കണ്ടക്ട് ആണോ അവർ നടത്തിയിരിക്കുന്നത് അതിനോട് അനുസൃതമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ശിക്ഷ എന്താണെന്നത് കൂടി ഈ ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ അവരുടെ മൈൻഡിൽ വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാല് ഇതൊരു ശരിക്കും ഒരു ഷോ കോസ് നോട്ടീസ് ആണ്, ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ആണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്? ആ എംപ്ലോയി ചെയ്തിട്ടുള്ള മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ആ ഒരു വയലേഷൻ എന്താണ്, എന്ത് ലംഘനമാണ് നടത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ച് അതിന്റെ കാരണങ്ങളും വ്യക്തമായിട്ട് രേഖാമൂലം എംപ്ലോയീസ് എന്ത് ചെയ്യണം, വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമുക്കൊരു മിസ്കണ്ടക്ട്, ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇൻക്വയറി നടത്തി കഴിയുമ്പോൾ ആ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും ആ ഇൻവെസ്റ്റിഗേറ്റർ ഓഫീസർക്ക് വ്യക്തമാവുകയാണ് ആ ഒരു എംപ്ലോയി ഇതൊരു മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ എത്രയും വേഗം ആ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ത് ചെയ്യുന്നു, ഒരു കേസ് അല്ലെങ്കിൽ ഒരു ചാർജ് ഷീറ്റ്, കുറ്റപത്രം അവർക്കെതിരെ തയ്യാറാക്കുന്നു. ആ ഒരു കുറ്റപത്രം എന്ന് പറയുന്ന ഒരിക്കലും ഒരു ശിക്ഷയല്ല, മറിച്ച് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു ലെറ്റർ, വാർണിംഗ് ലെറ്റർ ആണ്. അപ്പൊ അതിലൂടെ അവർ ചെയ്തിരിക്കുന്ന മിസ്റ്റേക്കുകൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വയലേഷൻസ്, റൂൾസിന്റെ വയലേഷൻസ് അല്ലെങ്കിൽ ലംഘനങ്ങൾ നടത്തിയാൽ അതുമായി ബന്ധപ്പെട്ട അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്
അവര് ബോധവാന്മാരാക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരു ഇൻവെസ്റ്റിഗേറ്റർ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യം ഏത് തരത്തിലുള്ള മിസ്കണ്ടക്ട് ആണോ അവർ ചെയ്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അനുയോജ്യമായിട്ടുള്ള ശിക്ഷകൾ എന്താണെന്ന് കൂടി അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. വേഗം വായിച്ചു നോക്കട്ടോ. ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ്. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. തേർഡ് വൺ ആണ് consideration of the explanation. The employee on receiving the charge sheet can accept the charges. ഒന്നാമത്തത് അവരുടെ എക്സ്പ്ലനേഷൻസ്. അപ്പൊ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ എക്സ്പ്ലനേഷൻസ് നമുക്ക് വിശദീകരണം നമുക്ക് തരണം. എന്തൊക്കെ കുറ്റങ്ങളാണോ ചെയ്തിരിക്കുന്നത്, ആ ഒരു മിസ്കണ്ടക്റ്റുമായി ബന്ധപ്പെട്ട് കാരണം കാണിക്കൽ നോട്ടീസ് ആണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്നത്. അത് റീസൺ എന്താണ് എന്നൊക്കെയുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എംപ്ലോയീസ് നൽകണം. അപ്പൊ എംപ്ലോയീസ് ആ ചാർജ് ഷീറ്റ് ആ എംപ്ലോയീസിന് ലഭിക്കുമ്പോൾ അവരൊന്നില്ലെങ്കിൽ ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചാർജസ്. അവർ ആ ഒരു കുറ്റം എന്ത് ചെയ്യണം? കുറ്റപത്രം സ്വീകരിക്കുക. അപ്പൊ അവർ സ്വീകരിക്കുന്നതിന് submit his explanation, accepting the charges mentioned in the charge sheet. അവർ എന്ത് ചെയ്യുക? കുറ്റപത്രം സ്വീകരിക്കുക എന്ന് പറഞ്ഞാല് അവർ ആ ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ആ ഒരു കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ശരിയാണ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് സ്വീകരിക്കുകയും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയും അതിനുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് സബ്മിറ്റ് ചെയ്യുകയും സമർപ്പിക്കുകയും ചെയ്യണം. Then he can request management to be lenient. അദ്ദേഹത്തിന് മാനേജ്മെന്റിനോട് എന്ത് അഭ്യർത്ഥിക്കാം? മാനേജ്മെന്റിനോട് ഒരു കരുണ കാണിക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യാം. But if the explanation submitted by the employee is unsatisfactory, then further inquiry should be done by the management before awarding any kind of punishment. But ഇവർ സബ്മിറ്റ് ചെയ്ത ആ ഒരു വിശദീകരണം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ അല്ല, സംതൃപ്തമല്ലാത്തതാണെങ്കിൽ തൃപ്തികരമല്ലാത്തതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ശിക്ഷ കൊടുക്കുന്നതിന് മുൻപായിട്ട് ഫർദർ എൻക്വയറി ഷുഡ് ബി ഡൺ ബൈ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് കൂടുതൽ എന്ത് ചെയ്യാം? കൂടുതലായിട്ട് അന്വേഷണങ്ങൾ നടത്താവുന്നതാണ്. On the basis of charges admitted, the inquiry officer must record findings in the presence of the employee and duly signed by him. ഇനി ഈ ഒരു ചാർജസ് അവർ അക്സെപ്റ്റ് ചെയ്ത ചാർജസ് ഉണ്ടല്ലോ, അവർ ചെയ്ത കുറ്റങ്ങളൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ ബേസിസിൽ എൻക്വയറി ഓഫീസർക്ക് മസ്റ്റ് റെക്കോർഡ് ഫൈൻഡിങ്സ്, അവർ കണ്ടെത്തിയ കണ്ടെത്തലുകളെല്ലാം ആ ഒരു എംപ്ലോയിയുടെ പ്രസൻസിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ, രേഖപ്പെടുത്താനും അത് വളരെ കൃത്യമായിട്ട് തന്നെ ഒപ്പിട്ടതിൽ സൈൻ ചെയ്ത് വെക്കുകയും വേണം. അപ്പൊ അക്സെപ്റ്റ് ദ ചാർജസ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റപത്രം കിട്ടുമ്പോൾ ഒന്നാമത്തെ കാര്യം അവർക്ക് ചെയ്യാവുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കുറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കുറ്റപത്രം അവര് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? അങ്ങനെ കുറ്റപത്രം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ചാർജ് ഷീറ്റിലുള്ള അല്ലെങ്കിൽ ആ ഒരു കുറ്റപത്രത്തിലുള്ള കുറ്റങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ അക്സെപ്റ്റ് ചെയ്ത് അത് ചെയ്യാനുള്ള എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ വിശദീകരണങ്ങൾ അവര് സമർപ്പിക്കുകയും ചെയ്യണം. അപ്പൊ അതോടൊപ്പം തന്നെ അവർക്ക് മാനേജ്മെന്റിനോട് കുറച്ചും കൂടി കരുണയുള്ളതാവാനായിട്ട് അല്ലെങ്കിൽ കരുണ കാണിക്കാനായിട്ട്
ആവശ്യപ്പെടാവുന്നതാണ്. ബട്ട് ഇഫ് ദ എക്സ്പ്ലനേഷൻ, പക്ഷെ ഇവര് സമർപ്പിച്ചിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തുന്നവയല്ല, തൃപ്തികരമല്ല എങ്കിൽ ആ മാനേജ്മെന്റിന് അവർക്കൊരു പണിഷ്മെന്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഒന്നും കൂടി കൂടുതൽ അന്വേഷണങ്ങൾ നടത്താവുന്നതാണ്. ഇനി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ഇവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന, അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന, സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു കുറ്റങ്ങളുടെ അടിസ്ഥാനത്തില് ഈ പറയുന്ന ആ ഒരു എൻക്വയറി ഓഫീസർ അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്ന ആ ഒരു ഓഫീസർ ആ നിലവിലുള്ള ഏത് എംപ്ലോയി ആണോ വയലേഷൻ നടത്തിയിരിക്കുന്നത് ആ എംപ്ലോയിയുടെ പ്രസൻസിൽ തന്നെ അവരുടെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ അവർ കണ്ടെത്തിയ കണ്ടെത്തലുകൾ രേഖപ്പെടുത്തുകയും കൃത്യമായിട്ട് സൈൻ ചെയ്ത് വെക്കുകയും വേണം. വേഗം വായിക്കേണ്ട അക്സെപ്റ്റ് ദ ചാർജസ്. വായിച്ചു കഴിയുന്നവര് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? രണ്ടാമത്തതാണ് കേട്ടോ. ഇതൊക്കെ കൺസിഡറേഷൻ ഓഫ് എക്സ്പ്ലനേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ഒന്നാമത് അക്സെപ്റ്റ് ദി ചാർജസ് ആയിരുന്നു. സെക്കൻഡ് വൺ റെഫ്യൂസ് ദ ചാർജസ്. എന്ത് ചെയ്യുന്നു? കുറ്റപത്രം നിരസിക്കാം. അപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അത് നിരസിക്കാം അല്ലെ? ആ ഒരു കുറ്റപത്രം നിരസിക്കാം. In case of refusal of charges, the employee can submit his explanation refusing the charge sheet. ആ ഒരു കുറ്റപത്രം നിരസിക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്പൊ ആ ഒരു ചാർജസ്, ആ ഒരു കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കത് നിരസിക്കാവുന്നതാണ്. അപ്പൊ അവിടെ എംപ്ലോയി എന്ത് ചെയ്യുന്നു? ആ ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ആ ഒരു കുറ്റപത്രം നിരസിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ അതിലുള്ള കുറ്റങ്ങളൊന്നും ചെയ്തതായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതെല്ലാം നിരസിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് നിരസിക്കുന്നത്? അതിനുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വിശദീകരണം നൽകേണ്ടതായിട്ടുണ്ട്. In such a situation, the inquiry officer must inquire further into the case further in order to find real facts. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവിടെ എംപ്ലോയി ആ ഒരു കുറ്റപത്രം നിരസിച്ചു, അവരത് പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് നിരസിക്കുകയാണ് ചെയ്യുക. അതിനുള്ള എക്സ്പ്ലനേഷൻസ്, വിശദീകരണങ്ങളും അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻക്വയറി ഓഫീസർ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഫർദർ ആയിട്ടുള്ള എന്താണ് അന്വേഷണങ്ങൾ നടത്തുകയും യഥാർത്ഥമായിട്ടുള്ള ഫാക്ട്സ് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള വസ്തുതകൾ എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയും വേണം. refuse the charges പറയുന്നത് നമ്മൾ കുറ്റപത്രം നിരസിക്കുകയാണ് ചെയ്യുക. അപ്പൊ അവർ ആ ഒരു കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ആ എംപ്ലോയി അതിനെ നിരസിക്കുകയും അക്സെപ്റ്റ് ചെയ്യാതെ അത് നിരസിക്കുന്നു. അപ്പൊ അങ്ങനെ നിരസിക്കുകയാണെങ്കിൽ അതിനുള്ള റീസൺസ് അല്ലെങ്കിൽ കാരണങ്ങൾ എന്താണെന്നുള്ളത് കൂടി നമ്മൾ അവിടെ റിഫ്യൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ കൂടി വിശദമാക്കി നൽകി അല്ലെങ്കിൽ വിശദീകരണം, അതിന് വേണ്ടിയുള്ള ഒരു വിശദീകരണം നൽകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എൻക്വയറി ഓഫീസർ ചെയ്യേണ്ടത് കൂടുതലായിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ എന്ത് ചെയ്യുക, നടത്തുക, അതിലൂടെ യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്തുകയും ചെയ്യുക. ക്ലിയർ ആണോ? റിഫ്യൂസ് ദ ചാർജസ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. Okay, clear അല്ലേ? Then third one, ask for extension of time. സമയം നീട്ടാൻ ആവശ്യപ്പെടുക. Sometimes employees demand some more time to submit the explanation. ചില സമയങ്ങളിൽ എംപ്ലോയീസ് എന്ത് ആവശ്യപ്പെടാറുണ്ട്? എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്താൻ വേണ്ടിയിട്ട് മോർ ടൈം, കൂടുതൽ സമയം ആവശ്യപ്പെടാറുണ്ട്.
ഇഫ് പോസിബിൾ ദ ടൈം ഷുഡ് ബി എക്സ്റ്റെൻഡഡ്. സാധ്യമാണെങ്കിൽ സമയം എന്ത് ചെയ്യുക, നീട്ടി നൽകുകയും ചെയ്യുക. ആസ് പെർ എക്സ്റ്റൻഷൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ സമയം നീട്ടാനായിട്ട് ആവശ്യപ്പെടുക. ചില സമയങ്ങളിൽ ആ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വിശദീകരണം നൽകാനായിട്ട് എംപ്ലോയീസ് കുറച്ചുകൂടി സമയം ആവശ്യപ്പെടാറുണ്ട്. സാധ്യമാണെങ്കിൽ ആ സമയം നീട്ടി നൽകുകയും ചെയ്യുക. നെക്സ്റ്റ് നാലാമതാണ് ഫെയിൽ ടു സബ്മിറ്റ് ദ എക്സ്പ്ലനേഷൻ. ഇപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ നീട്ടി സമയം വാങ്ങിച്ചോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് നൽകാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വിശദീകരണം സമർപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് വ്യക്തമായിട്ടുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ, ഫൈനലി ഇഫ് എ എംപ്ലോയി ഫെയിൽസ് ഇൻ സബ്മിറ്റിംഗ് ഹിസ് എക്സ്പ്ലനേഷൻ, ദ മാനേജ്മെന്റ് ക്യാൻ ടേക്ക് എനി ആക്ഷൻ അഗൈൻസ്റ്റ് ദാറ്റ് എംപ്ലോയി. ലാസ്റ്റ് ഫൈനലി നമുക്ക് ആ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വിശദീകരണം ശരിയായ രീതിയിൽ കൊടുക്കാൻ പറ്റിയില്ല, അതിൽ ആ എംപ്ലോയീസ് പരാജയപ്പെടുകയാണെങ്കിൽ ആ മാനേജ്മെന്റിന് ആ എംപ്ലോയിക്കെതിരെ ഏത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാവുന്നതുമാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കാം. തേർഡ് ഫോർത്തും. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് കേട്ടോ. അപ്പൊ തേർഡ് വണ്ണിലെ കൺസിഡറേഷൻ ഓഫ് എക്സ്പ്ലനേഷനിലാണ് നമ്മൾ ഈ പറയുന്ന 4 പഠിച്ചത് കേട്ടോ. ഇനി ഫോർത്ത് സ്റ്റെപ്പ് ആണ് നോട്ടീസ് ഓഫ് എൻക്വയറി. എൻക്വയറിയുമായി ബന്ധപ്പെട്ട നോട്ടീസ് അല്ലെങ്കിൽ അറിയിപ്പ് നൽകുക. The employee receiving the charge sheet should be informed in advance about the date, time and place of inquiry. അപ്പോ ഒരു എംപ്ലോയിക്കെതിരെ നമ്മൾ ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്ന അല്ലെങ്കിൽ കുറ്റപത്രം തയ്യാറാക്കി ആ കുറ്റപത്രം ഒരു എംപ്ലോയിക്ക് കിട്ടുമ്പോൾ, റിസീവ് ചെയ്യുമ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് അവരോട് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവർക്ക് ഒരു അറിയിപ്പ് നൽകണം. അതായത് ഇവരുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഡേറ്റ്, ഏത് സമയമാണ്, അതേപോലെ ഏത് സ്ഥലത്താണ് എൻക്വയറി നടത്തുന്നത്, അഡ്വാൻസ് ആയിട്ട് തന്നെ ഇതിലോട്ട് പറയാം. And in fact, the name of the investigating officer should also be made clear well in advance so that the employee can prepare his case accordingly. അതോടൊപ്പം തന്നെ ആരാണ് അവരുടെ കേസ് ഇൻക്വയറി ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസർ, പരിശോധിക്കുന്ന ഓഫീസർ ആരാണെന്നുള്ളതോ അവരുടെ പേരും അഡ്വാൻസ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഇവരോട് മുന്നേ പറഞ്ഞിരുന്നാൽ അവർക്ക് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കും. Then the inquiry should be normally held within a reasonable time of receiving the explanation. ആ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വിശദീകരണം റിസീവ് ചെയ്ത് കഴിഞ്ഞ് ഒരു റീസണബിൾ ടൈം, ഒരു ന്യായമായിട്ടുള്ള ഒരു സമയപരിധിക്കുള്ളിൽ തന്നെയായിരിക്കും ആ അന്വേഷണം നടത്തുക. അപ്പൊ നോട്ടീസ് ഓഫ് എൻക്വയറി എന്ന് പറഞ്ഞാൽ എൻക്വയറി അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കൊടുക്കുന്നത്. എംപ്ലോയീസിന് ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റപത്രം റിസീവ് ചെയ്യുന്ന സമയത്ത് തന്നെ അവരോട് അതുമായി ബന്ധപ്പെട്ട എന്താണ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ്, ടൈം, പ്ലേസ് മുതലായവയൊക്കെ അഡ്വാൻസ് ആയിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവും. അവർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആരാണോ അവരുടെ പേരും അഡ്വാൻസ് ആയിട്ട് അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതിലൂടെ ആ എംപ്ലോയിക്ക് അവരുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, തയ്യാറാക്കി വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോ ഒരു എൻക്വയറി ഷുഡ് ബി നോർമലി സാധാരണയായി നടക്കുന്നത് എക്സ്പ്ലനേഷൻസ് അവർ തരുന്ന എംപ്ലോയീസ് തരുന്ന വിശദീകരണങ്ങള് കഴിഞ്ഞ വിശദീകരണം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു ന്യായമായ സമയത്തിനുള്ളിലായിരിക്കും ഈ പറയുന്ന അന്വേഷണങ്ങൾ നടത്തുക. വേഗം ഒന്ന് വായിക്കാം കേട്ടോ. നോട്ടീസ് ഓഫ് എൻക്വയറി.
ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയോ വായിച്ച? ഓക്കെ. Then fifth step ആണ് സസ്പെൻഷൻ വിത്ത് ഓർ വിത്തൗട്ട് പേ. നമ്മുടെ സസ്പെൻഷൻസ് നടത്തുക അല്ലെ, ശമ്പളത്തോടെയോ അല്ലാതെയോ ഉള്ള സസ്പെൻഷൻസ്. It completely depends upon the management and type of conduct whether to suspend the employee with or without pay for the indiscipline act. അവർ തെറ്റായ രീതിയിൽ എന്തെങ്കിലും മോശമായ രീതിയിൽ പെരുമാറുകയോ നിയമം ലംഘിക്കുകയോ ചെയ്യുമ്പോൾ ആ എംപ്ലോയീസിന് പേയ്മെന്റോടുകൂടി ശമ്പളത്തോടു കൂടിയോ അല്ലാതെയോ സസ്പെൻഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സസ്പെൻഷൻസ് കൊടുക്കണമെങ്കിൽ അത് മാനേജ്മെന്റും അതോടൊപ്പം തന്നെ അവർ ഏത് രീതിയിലുള്ള തെറ്റായ പെരുമാറ്റമാണോ നടത്തിയിരിക്കുന്നത് അതിനെയൊക്കെ ആശ്രയിച്ചാണ് മാനേജ്മെന്റും ഈ പറയുന്നവർ നടത്തിയിട്ടുള്ള മോശമായ പെരുമാറ്റവും എങ്ങനെയൊക്കെയാണ് അതൊക്കെ കുറച്ചും കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് അതിനെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ആശ്രയിച്ചാണ് അവർക്ക് സസ്പെൻഷൻ വിത്തൗട്ട് പേയ്മെന്റ് ആണോ വിത്ത് പേയ്മെന്റ് ആണോ എന്ന് തീരുമാനിക്കുക. Then suspension letter can be given along with the charge sheet or when before the charge sheet. ഒന്നുകിൽ സസ്പെൻഷൻ ലെറ്റർ നമ്മൾ ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കുറ്റപത്രം കൊടുക്കുന്നതിനൊപ്പം കൊടുക്കാം, അതല്ലെങ്കിൽ അതിന് മുൻപോ നമുക്ക് ആ ഒരു സസ്പെൻഷൻ ലെറ്റർ അവർക്ക് നൽകാവുന്നതാണ്. Then if the inquiry is not finished within the given duration, അപ്പൊ സസ്പെൻഷൻ ലഭിക്കുമ്പോൾ ഇത്ര മാസത്തേക്കോ ഒരു 6 മാസത്തേക്കോ 3 മാസത്തേക്കൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു നിശ്ചിതമായിട്ടുള്ള ആ ഒരു ഡ്യൂറേഷനിനുള്ളില് ഈ എൻക്വയറി അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ in that case the salary should be paid to the employee for the time extended. നമുക്ക് ആ ഒരു നീട്ടിവെക്കുന്ന അല്ലെങ്കിൽ ഇനി എത്ര സമയം കാലയളവിലേക്ക് നമുക്ക് എൻക്വയറി നടത്താൻ സമയം ആവശ്യമാണോ ആ നീട്ടിയ കാലയളവിലേക്കുള്ള ശമ്പളം ആർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും? ആ ജീവനക്കാരന് നൽകണം. അപ്പോ സസ്പെൻഷൻ വിത്തൗട്ട് പേയിൽ പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു സസ്പെൻഷൻ എങ്ങനെ വേണം, ശമ്പളത്തോടു കൂടിയുള്ള സസ്പെൻഷൻ വേണോ അതോ അല്ലെങ്കിൽ ശമ്പളമില്ലാതെയുള്ള സസ്പെൻഷൻ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് മാനേജ്മെന്റും അതുപോലെ അവർ നടത്തിയിട്ടുള്ള മോശമായ പെരുമാറ്റത്തിന്റെയൊക്കെ അളവും ഡിഗ്രിയൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോ അതിനനുസരിച്ച് മാനേജ്മെന്റ് തീരുമാനിക്കുന്നു സസ്പെൻഷൻ വിത്ത് ഓർ വിത്തൗട്ട് പേ ആണെന്ന് തീരുമാനിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു ലെറ്റർ, സസ്പെൻഷൻ ലെറ്റർ അവർക്ക് ഒന്നില്ലെങ്കിൽ ആ ഒരു കേസ് ഷീറ്റ് അല്ലെങ്കിൽ ആ ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ആ ഒരു കുറ്റപത്രം കൊടുക്കുമ്പോൾ അതോടൊപ്പം കൊടുക്കാം, അല്ലെങ്കിൽ അതിനു മുൻപോ അവർക്ക് ആ ഒരു സസ്പെൻഷൻ ലെറ്റർ നൽകാവുന്നതാണ്. ഇനിയൊരു ഡ്യൂറേഷൻ ഉണ്ടാവും. ഈ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര മാസത്തേക്ക് അവർ സസ്പെൻഷൻ ആണ്, അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ കേട്ടിട്ടില്ലേ? ഇത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര മാസത്തേക്ക് അന്വേഷണ വിധേയമായിട്ട് അവരെ സസ്പെൻഡ് ചെയ്യുന്നു, കേട്ടിട്ടില്ലേ അത്? അപ്പൊ ഒരു ഫിക്സഡ് എമൗണ്ട് ഫിക്സഡ് ഡ്യൂറേഷനിലാണ് അത് അവർക്ക് കൊടുക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലേക്ക് അവരെ അവിടെ നിന്ന് ആ ജോലിയിലേക്ക് നിന്ന് മാറ്റി നിർത്തുന്നു. അപ്പൊ അങ്ങനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു 3 മാസത്തേക്കോ 6 മാസത്തേക്കൊക്കെയാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ ആ ഒരു 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ ആ ഒരു എൻക്വയറി അവരുമായി ബന്ധപ്പെട്ട ആ ഒരു അന്വേഷണം പൂർത്തിയാകണമെന്നുള്ളതാണ്. അങ്ങനെ അന്വേഷണം ആ ഒരു കാലയളത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷനുള്ളിൽ നടത്താൻ പറ്റിയില്ല, പൂർത്തിയാക്കാൻ പറ്റിയില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന നീട്ടിയ കാലയളവിലേക്കുള്ള ശമ്പളം ആ ജീവനക്കാർക്ക് നൽകുകയും വേണം. വേഗം ഒന്ന് വായിച്ചോട്ടെ. സസ്പെൻഷൻ വിത്ത് ഓർ വിത്തൗട്ട് പേ. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. സിക്സ്ത് വൺ ആണ് കണ്ടക്ട് ഓഫ് ഡൊമസ്റ്റിക് ഇൻക്വയറി. ഡൊമസ്റ്റിക് ഇൻക്വയറി എന്ന് പറഞ്ഞാൽ നമ്മൾ
ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഇൻക്വയറി നടത്തുന്നത് അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു പരിശോധന നടത്തുന്നതാണ് കണ്ടക്ട് ഓഫ് ഡൊമസ്റ്റിക് എൻക്വയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഡൊമസ്റ്റിക് എൻക്വയറി മസ്റ്റ് ബി കോൺഫിഡൻഷ്യലി ഡൺ ബൈ ദ management to check whether an employee is guilty of his misconduct or not. ഇവിടെ ഒരു ഡൊമസ്റ്റിക് എൻക്വയറി നമ്മൾ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു പരിശോധന നടത്താണ്. അത് ശരിക്കും കോൺഫിഡൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു രഹസ്യമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു എന്താണ് ഇൻക്വയറി, ഒരു അന്വേഷണമാണ്. അത് മാനേജ്മെന്റ് ആയിരിക്കും നടത്തുക. അതിലൂടെ ആ എംപ്ലോയി ഇതുപോലെ ഒരു മോശമായ പെരുമാറ്റം നടത്തിയോ, അതിൽ അവർ കുറ്റക്കാരനാണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പരിശോധിക്കുന്നതിന് വേണ്ടി നമ്മൾ രഹസ്യമായി നടത്തുന്ന ഒരു അന്വേഷണമാണ് ഡൊമസ്റ്റിക് ഇൻക്വയറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വേ ഓഫ് അവോയ്ഡിങ് എനി കൈൻഡ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദ എംപ്ലോയി ആൻഡ് ദ മാനേജ്മെന്റ്. അതുപോലെ തന്നെ ഇതിലൂടെ ആ എംപ്ലോയിയും മാനേജ്മെന്റും തമ്മിലുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു വഴി കൂടിയാണ് ഈ ഒരു ഡൊമസ്റ്റിക് എൻക്വയറി എന്ന് പറയുന്നത്. And it gives a chance to the employee to admit his mistake or to explain the reason for committing the wrongdoings. അപ്പൊ ഇതിലൂടെ അവർക്ക് ഒരു അവസരം നമ്മൾ കൊടുക്കാം. അതായത് അവർക്ക് അവർ എംപ്ലോയി ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ, അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ ചെയ്തു എന്നവര് അഡ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അവർ ചെയ്തു പോയ ആ ഒരു റോങ് ആയിട്ടുള്ള തെറ്റായ ഒരു കാര്യം അവർ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ചാൻസും ഇതിലൂടെ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. Punishing any person without listening to him is not the correct way of judgment. അല്ലെ, ഒരിക്കലും അവരുടെ അവർക്ക് എന്താണോ പറയാനുള്ളത് ആ ഒരു വ്യക്തിക്ക് പറയാനുള്ളത് കേൾക്കാതെ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു വിധി നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായമായിട്ടുള്ള ഒരു ശരിയായ രീതിയല്ല. Thus, management should give at least one chance to the violator to explain his viewpoint. അപ്പൊ അങ്ങനെ ഒരു കുറ്റകൃത്യം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് അവർക്ക് ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ചാൻസ് എങ്കിലും കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ആ ഒരു കുറ്റകൃത്യം ചെയ്താൽ ആ ഒരു നിയമം ലംഘിച്ച വ്യക്തിക്ക് അവരുടെ വ്യൂ പോയിന്റ്സ് അല്ലെ, അവരുടേതായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ്, എന്തുകൊണ്ടാണ് അവരത് ചെയ്യാനുണ്ടായ കാരണം എന്താണ് എന്ന് വിശദീകരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് എങ്കിലും മാനേജ്മെന്റ് കൊടുക്കണം. കണ്ടക്ട് ഓഫ് ഡൊമസ്റ്റിക് എൻക്വയറി എന്ന് പറഞ്ഞാൽ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടത്തുന്നു. അതായത് ഒരു എംപ്ലോയി അവിടെ എന്തെങ്കിലും മോശമായ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ തെറ്റായ പെരുമാറ്റങ്ങളോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറ്റങ്ങളോ അല്ലെങ്കിൽ കുറ്റങ്ങൾ ചെയ്യുകയോ കുറ്റകൃത്യം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി നമ്മൾ രഹസ്യമായി നടത്തുന്ന ഒരു എൻക്വയറിയാണ് ഡൊമസ്റ്റിക് ഇൻക്വയറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ആ ഒരു മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി കൂടിയാണ് ഈ പറയുന്ന ഡൊമസ്റ്റിക് എൻക്വയറി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ അവരങ്ങനെ രഹസ്യമായി അന്വേഷിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലാക്കി ഈ ഒരു എംപ്ലോയി ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവർക്ക് ഒരു ചാൻസ് നമ്മൾ കൊടുക്കുന്നു. എന്തുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ അത് മിസ്റ്റേക്ക് ചെയ്തു എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സ്വീകരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എന്തുകൊണ്ട് അവർ ആ ഒരു തെറ്റ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട ആ ഒരു എക്സ്പ്ലനേഷൻ, ഒരു കാരണം ഉണ്ടാവുമല്ലോ, ആ കാരണത്തെ വിശദീകരിക്കാനും അവർക്ക് ഒരു ചാൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരിക്കലും ഒരു വ്യക്തിയെ നമ്മൾക്ക് അവരുടേതായിട്ടുള്ള ലിസൺ ചെയ്യാതെ അവർക്ക് കുറെ കാര്യങ്ങൾ ഇപ്പോൾ ഏതൊരു തെറ്റ് ചെയ്യുമ്പോഴും അവരുടെ ഭാഗം കേൾക്കണം അല്ലെ. ഇപ്പൊ ഇവിടെ പണിഷിംഗ് എനി പേഴ്സൺ വിത്തൗട്ട് ലിസണിങ് ടു ഹിം, അവരെ പണിഷ് ചെയ്യാൻ ശിക്ഷിക്കാൻ നമുക്ക് ഒരിക്കലും എങ്ങനെയാവരുത്, അവരെ ലിസൺ ചെയ്യുക, അവർക്ക് പറയാനുള്ളത് കേൾക്കാതെ അവർക്കെതിരെ ഒരു വിധി നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് അറ്റ്ലീസ്റ്റ് ഒരു ചാൻസ് എങ്കിലും അവർക്ക് കൊടുക്കണം. അവര് എന്തുകൊണ്ടാണ് ആ ഒരു വയലേഷൻസ് നടത്തിയത് അല്ലെങ്കിൽ ആ ഒരു ലംഘനം നടത്തിയിരിക്കുന്നത് എന്ന് അത് അവർക്ക് പറയാനുള്ള അവരുടെ ആ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വിശദീകരിക്കുന്നത് എന്ന് കേൾക്കാനായിട്ട് ഒരു ചാൻസ് എങ്കിലും അവർക്ക് നൽകുകയും വേണം. വേഗം വായിച്ചു നോക്കി കണ്ടക്ട് ഓഫ് ഡൊമസ്റ്റിക് എൻക്വയറി.
ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ, റെക്കോർഡിംഗ് ഓഫ് ഫൈൻഡിങ്സ് ബൈ എൻക്വയറി ഓഫീസർ. എൻക്വയറി ഓഫീസറിന്റെ കണ്ടെത്തലുകൾ, അവർ ഈ പറഞ്ഞ പരിശോധനകളൊക്കെ നടത്തി കഴിയുമ്പോൾ, എൻക്വയറീസ് നടത്തി കഴിയുമ്പോൾ അവർക്ക് കുറെ കണ്ടെത്തലുകൾ ഉണ്ടാവുമല്ലോ. ആ എൻക്വയറി ഓഫീസറിന്റെ കണ്ടെത്തലുകളുടെ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നതാണ് സെവൻത് സ്റ്റെപ്പ്. ബിഫോർ ടേക്കിംഗ് എനി ഡിസിപ്ലിനറി ആക്ഷൻ, എൻക്വയറി ഓഫീസർ സബ്മിറ്റ് ഹിസ് ഫൈൻഡിങ്സ് ടു ദ മാനേജ്മെന്റ് ആൻഡ് ദെൻ ഓൺലി മാനേജ്മെന്റ് ടേക്സ് ദ സ്റ്റെപ്പ് അഗെയിൻസ്റ്റ് എനി ഇൻഡിസിപ്ലിൻ. അപ്പൊ എപ്പോഴും ഒരു ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ ഒരു അച്ചടക്ക നടപടി ക്രമം നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് ഈ എൻക്വയറി ഓഫീസർ എന്ത് ചെയ്യണം? അവരുടെ കണ്ടെത്തലുകള് മാനേജ്മെന്റിന് മുന്നിൽ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ മാനേജ്മെന്റിന് മുന്നിൽ സബ്മിറ്റ് ചെയ്തതിനു ശേഷം മാനേജ്മെന്റ് ആണ് ഈ പറയുന്ന വയലേഷൻസ് അല്ലെങ്കിൽ ആ ലംഘനങ്ങൾക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അപ്പൊ എപ്പോഴും ആ എൻക്വയറി ഓഫീസിൽ നിന്ന് കിട്ടുന്ന ആ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റ് ഈ പറയുന്ന ഡിസിപ്ലിനറി ആക്ഷൻസ് ആ എംപ്ലോയീസിനെതിരെ എടുക്കുക. Then these findings are based on opinion given by other co-workers, the evidence collected from different sources, the charges made, the explanation given by the culprit, and finally his own opinion and capability to decide the true and false facts. ഇവിടെ ഈ ഒരു ഫൈൻഡിങ്സ് ഇവർ ഈ ഒരു എൻക്വയറി ഓഫീസിൽ കണ്ടെത്തിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് പല രീതിയിൽ നിന്ന് കിട്ടിയതായിരിക്കും. എന്തിനേക്ക് ആശ്രയിച്ചായിരിക്കും അവർ ആ ഒരു ഫൈൻഡിങ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിട്ടുണ്ടാവുക? അവരുടെ കോവർക്കേഴ്സ്, അതായത് ഈ എന്താണ് വയലേഷൻ ഉണ്ടല്ലോ, അത് ലംഘിച്ച ആ ഒരു എംപ്ലോയി ഉണ്ടല്ലോ, ആ മോശമായി പെരുമാറിയ ആ ഒരു എംപ്ലോയി, ആ എംപ്ലോയിയുടെ കൂടെയുള്ള സഹപ്രവർത്തകരിൽ നിന്നും അദ്ദേഹത്തെ കുറിച്ചുള്ള ഒപ്പീനിയൻ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ പല സോഴ്സുകളിൽ നിന്ന് കിട്ടിയ മറ്റ് തെളിവുകൾ കളക്ട് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ കുറ്റങ്ങളാണ് അവർ ചെയ്തത് എന്ന് നമ്മൾ അന്വേഷിച്ചതുകൊണ്ട്, ആ എക്സ്പ്ലനേഷൻ ഗിവൻ ബൈ ദി കൾപ്രിറ്റ്, ആ കുറ്റവാളി നമുക്ക് തന്നിട്ടുള്ള വിശദീകരണങ്ങൾ, എന്തുകൊണ്ടാണ് അവർ ചെയ്യാനുള്ള ആ ഒരു വിശദീകരണം, എക്സ്പ്ലനേഷൻ എന്താണ്, അത് മനസ്സിലാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ ഫൈനലി ഹിസ് ഓൺ ഒപ്പീനിയൻ ആൻഡ് കേപ്പബിലിറ്റി ടു ഡിസൈഡ് ട്രൂ ആൻഡ് ഫോൾസ്, ഫോൾസ്, അതായത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം സ്വയമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കുകയും ശരിയായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അല്ലെ, ശരിയായിട്ടുള്ള ഫാക്ട്സ്, ശരിയായിട്ടുള്ള സാധ്യതകൾ എന്താണ്, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ട്രൂ ആൻഡ് ഫോൾസ് ഫാക്ടുകൾ എന്താണ്, ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്ത് തീരുമാനിച്ച് സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായവും കൂടി കൺസിഡർ ചെയ്തിട്ട് ആണ് ഈ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തുക. However, the inquiry officer should clearly mention the proved and unproved charges. അതുകൊണ്ട് തന്നെ ഈ ഒരു റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോ ആ എൻക്വയറി ഓഫീസർ വ്യക്തമായിട്ട് എന്ത് പരാമർശിച്ചിരിക്കണം, നമുക്ക് ഇവർ കുറെ തെറ്റുകൾ ഇവരുടെ പേരിൽ അല്ലെങ്കിൽ ഇവർ ചെയ്തിരിക്കുന്ന കുറ്റങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതില് കുറെയൊക്കെ നമുക്ക് തെളിയിക്കാൻ പറ്റും, കുറെയൊക്കെ തെളിയിക്കാൻ പറ്റാത്തതുണ്ടാവും അല്ലേ? അവർ കുറെയൊക്കെ തെളിയിക്കാൻ പറ്റും, കുറെ അൺപ്രൂവ്ഡ് ആയിരിക്കും, ചിലരൊക്കെ കുറ്റങ്ങളൊന്നും നമുക്ക് തെളിയിക്കാൻ പറ്റാത്തതുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ആ ഒരു റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ അവരുടെ ഫൈൻഡിങ്സിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഇപ്പൊ റെക്കോർഡിംഗ് ഓഫ് ഫൈൻഡിങ്സ് ബൈ എൻക്വയറി ഓഫീസർ എന്ന് പറഞ്ഞാല് എപ്പോഴും ഒരു മാനേജ്മെന്റ് എപ്പോഴും ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടത് എപ്പോഴാണ്, ഒരിക്കലും ബിഫോർ ടേക്കിംഗ് എനി ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു എൻക്വയറി ഓഫീസർ അവരവരുടെ ഫൈൻഡിങ്സ് മാനേജ്മെന്റിന് മുന്നിൽ സബ്മിറ്റ് ചെയ്ത് മാനേജ്മെന്റ് അത് പരിശോധിച്ച് അതിനുശേഷം മാത്രമേ ഒരു ഇൻഡിസിപ്ലിനറി, ഒരു തെറ്റായ നടപടി എടുത്ത ആളുകൾക്കെതിരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡിസിപ്ലിനറി ആക്ഷൻസ് സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ ഒരു ഫൈൻഡിങ്സിലേക്ക് അവരെത്തുന്നത് കുറെ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അതായത് അവരുടെ കോവർക്കേഴ്സ്, ആ തെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയുമായി ബന്ധപ്പെട്ട് അവരുടെ കോവർക്കേഴ്സ് അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകരിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ഇവര് പല സോഴ്സുകളിൽ നിന്നും കളക്ട് ചെയ്ത എവിഡൻസ് അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ ചാർജസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ആ ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റവാളിയുടെ ആ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, അവർ നൽകിയ വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ദ ഓൺ ഒപ്പീനിയൻ ആൻഡ് കേപ്പബിലിറ്റി ടു ഡിസൈഡ് ട്രൂ ആൻഡ് ഫോൾസ് ഫാൾസ്, അല്ലെ, സത്യവും അതുപോലെ വ്യാജവുമായിട്ടുള്ള വസ്തുതകൾ എന്താണ്, അത്
അത് കൃത്യമായിട്ട് ഈ പറയുന്ന ആ ഒരു എൻക്വയറി ഓഫീസർ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്, സത്യമായിട്ടുള്ള ഏതാണ്, വ്യാജമായിട്ടുള്ള വസ്തുതകൾ ഏതാണ്, ഇതൊക്കെ ശരിയായ രീതിയിൽ നല്ല ശരിയായ കഴിവുകൾ ഉപയോഗിച്ച് തിരിച്ചറിയുകയും അതിനനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ഒപ്പീനിയനും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ഫൈൻഡിങ്സ് തയ്യാറാക്കുന്നത്. ആ ഫൈൻഡിങ്സ് ആണ് മാനേജ്മെന്റ് മുന്നിൽ ഇതിൽ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഒരു എൻക്വയറി ഓഫീസർ വ്യക്തമായിട്ട് ആ ഒരു ഫൈൻഡിങ്സിൽ വ്യക്തമായിട്ട് പരാമർശിക്കേണ്ട കാര്യമാണ് പ്രൂവ്ഡ് ആൻഡ് അൺപ്രൂവ്ഡ് ചാർജസ്. എന്തൊക്കെ തെറ്റുകളാണ് നമുക്ക് തെളിയിക്കാൻ പറ്റിയത്, എന്തൊക്കെ കുറ്റങ്ങളാണ് നമുക്ക് തെളിയിക്കാൻ പറ്റാത്തതായത്, അല്ലെങ്കിൽ തെളിയിച്ചതും തെളിയിക്കാൻ പറ്റാത്തതുമായിട്ടുള്ളത് ഏതൊക്കെയാണ് വ്യക്തമായിട്ട് പരാമർശിച്ചുണ്ടായിരിക്കണം. ഒന്ന് വായിച്ചു നോക്കിയ റെക്കോർഡിംഗ് ഓഫ് ഫൈൻഡിങ്സ് ബൈ എൻക്വയറി ഓഫീസർ. Clear ആണോ? ഓക്കെ. Then 8th one ആണ് awarding of punishment. പണിഷ്മെന്റിന്റെ ശിക്ഷ വിധിക്കുകയാണ് ചെയ്യുക. അടുത്തത് after viewing the previous history of the employee and the result of the investigation and inquiries against that employee, the management decides the degree of punishment for that employee. ഇവിടെ ശിക്ഷ വിധിക്കുകയാണല്ലോ. അപ്പൊ ശിക്ഷ വിധിക്കുന്നത് എപ്പോഴും ആ ഒരു എംപ്ലോയിയുടെ പ്രീവിയസ് ഹിസ്റ്ററി, അവരുടെ മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ നടത്തിയ പരിശോധനകളും അന്വേഷണങ്ങളുടെ റിസൾട്ട്, ഫലങ്ങൾ എന്താണെന്ന് പരിശോധിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, ആ എംപ്ലോയി നടത്തിയിട്ടുള്ള എംപ്ലോയിയുടെ ആ ഒരു മിസ്കണ്ടക്ട് എത്രത്തോളം നല്ല മോശമായ പെരുമാറ്റമാണ്, അല്ലെങ്കിൽ എത്രത്തോളം നിയമലംഘനമാണോ നടത്തിയിട്ടുള്ളത്, അതിന്റെ അളവിനെയൊക്കെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആശ്രയിച്ചാണ് ആ എംപ്ലോയിക്കെതിരെയുള്ള പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷ നടപ്പിലാക്കുന്നത്. ദിസ് പണിഷ്മെന്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് മിസ്കണ്ടക്ട് ഡൺ ബൈ ദ എംപ്ലോയി. ആ എംപ്ലോയി നടത്തിയിട്ടുള്ള ആ മോശമായ പെരുമാറ്റം അല്ലെങ്കിൽ ആ ഒരു നിയമലംഘനം എത്രത്തോളം ഉണ്ട്, എത്ര അളവിലുണ്ട് എന്നൊക്കെ അടിസ്ഥാനമാക്കിയാണ് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുക. പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ എപ്പോഴും അവരുടെ മുൻകാല ചരിത്രം, മുൻപ് അവരോ നല്ലവരായിരുന്നോ, ആദ്യമായിട്ടാണോ ഒരു ഒഫൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ആ ഒരു ഇൻവെസ്റ്റിഗേഷനും എൻക്വയറി ഒക്കെ നടത്തിയതിന്റെ ഫലങ്ങൾ, റിസൾട്ട് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റി, എന്തൊക്കെ കാര്യങ്ങൾ അവർ തെറ്റാണ് ചെയ്തിട്ടുള്ള തെറ്റുകൾ നമുക്ക് തെളിയിക്കാൻ പറ്റാത്തതുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി അവരുടെ ആ ഒരു മിസ്കണ്ടക്റ്റിന്റെ ഡിഗ്രി അല്ലെങ്കിൽ അളവ് എത്രത്തോളം തീവ്രതയിലുണ്ട് എന്നൊക്കെ നോക്കി അതിനനുസരിച്ചായിരിക്കും മാനേജ്മെന്റ് അവർക്ക് പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷകൾ വിധിക്കുക. വേഗം വായിക്കാം കേട്ടോ. അവാർഡിംഗ് ഓഫ് പണിഷ്മെന്റ്. ക്ലിയർ ആണ്? ഓക്കെ. ലാസ്റ്റ് വൺ ആണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് പണിഷ്മെന്റ്. പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശിക്ഷയുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തണം. Once the decision is taken by the management regarding the punishment to be given to the culprit. ഇപ്പൊ ഒരു പ്രാവശ്യം ഇപ്പൊ ആ ഒരു തീരുമാനം, എന്ത് ശിക്ഷ കൊടുക്കാം, ആ കുറ്റവാളിക്ക് എന്ത് പണിഷ്മെന്റ് കൊടുക്കാം അല്ലെങ്കിൽ എന്ത് ശിക്ഷ കൊടുക്കാം എന്നാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ മാനേജ്മെന്റ് ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് it should be properly conveyed to the concerned employee as soon as possible. അതുമായി ബന്ധപ്പെട്ട ആ ഒരു ജീവനക്കാരനെ അത് എത്രയും വേഗം കൃത്യമായിട്ട് അറിയിക്കണം.
അതിൽ എന്താ കമ്മ്യൂണിക്കേഷൻ ഓഫ് പണിഷ്മെന്റ് എന്താ പറയുന്നത്? ഒരു തീരുമാനം മാനേജ്മെന്റ് എടുത്തു, ഇങ്ങനൊരു കുറ്റം ചെയ്തിട്ടുണ്ട്, അപ്പൊ ആ ഒരു കുറ്റവാളിക്കെതിരെ നമുക്ക് ഇന്നൊരു പണിഷ്മെന്റ് കൊടുക്കാം എന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമായി. ആ ഒരു തീരുമാനമായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ആ ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ആ ഒരു ജീവനക്കാരനോട് അത് പ്രോപ്പർ ആയിട്ട് അത് അറിയിക്കുക അല്ലെങ്കിൽ കൺവേ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതില് the correspondence of the punishment must explain. അപ്പൊ ആ ഒരു പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട് അവരെ അറിയിക്കുന്ന ആ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ആ ഒരു അറിയിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു കത്തിടപാടില് എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ റീസൺ ഫോർ ചാർജ് ഷീറ്റ് ഇഷ്യൂ ടു ദ എംപ്ലോയി. എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരു അല്ലെങ്കിൽ ആ ഒരു കുറ്റപത്രം ആ ഒരു സമർപ്പിക്കാനുണ്ടായ ജീവനക്കാരന് ആ ഒരു കുറ്റപത്രം നൽകാനുള്ള കാരണം ഒന്നാമത്തെ ഉണ്ടാവണം. രണ്ടാമത്തത് റീസൺസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഇൻക്വയറി. ഏതൊക്കെ കാരണത്താൽ അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡുകളാണ് നമ്മൾ ആ ഒരു അന്വേഷണത്തിന് വേണ്ടി എന്തൊക്കെ മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിച്ചത്, അതിന്റെ കാരണങ്ങളും. മൂന്നാമത്തത് റിസൾട്ട്സ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻസ് ഡൺ ബൈ ദ ഓഫീസേഴ്സ്. ഓഫീസേഴ്സ് നടത്തിയ പരിശോധനകളുടെ റിസൾട്ട് അല്ലെങ്കിൽ ഫലങ്ങൾ എന്താണ്. നാലാമത്തത് ഡിസിഷൻ ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് റിഗാർഡിംഗ് ദ ആക്ഷൻ ടു ബി ടേക്കൺ ഓർ നോട്ട്. അപ്പൊ ഇവർ ചെയ്ത ആ ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഇവർ ചെയ്ത ആ ഒരു ശിക്ഷയുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു, അതാണ് നാലാമത് വരുന്നത്. അഞ്ചാമത് കൈൻഡ് ഓഫ് പണിഷ്മെന്റ്, ഏത് തരത്തിലുള്ള പണിഷ്മെന്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. Then last one, date from which the punishment will be applicable. ആ ശിക്ഷ ബാധകമാകുന്ന രീതി അല്ലെങ്കിൽ ബാധകമാകുന്ന തീയതി എന്ന് മുതലാണെന്നുള്ളത്. അപ്പൊ ചിലപ്പോൾ സസ്പെൻഷനോ ടെർമിനേഷനോ ഒക്കെ ആണെങ്കിൽ ഇന്ന ദിവസം മുതൽ നിങ്ങൾ ആ ഒരു ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞായിരിക്കില്ലോ കൊടുക്കുക. അപ്പൊ ആ ഒരു ഡേറ്റ് എന്ന് മുതലാണ് ആ ഒരു ശിക്ഷ ബാധകമാവുന്ന ഡേറ്റ് അല്ലെങ്കിൽ തീയതി എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അവർക്ക് വ്യക്തമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ഓഫ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ശിക്ഷയുമായി ബന്ധപ്പെട്ട ശരിയായ ആശയവിനിമയം. ഇപ്പൊ ഒരു പ്രാവശ്യം മാനേജ്മെന്റ് ഒരു ഡിസിഷൻ എടുത്തു, ഇന്ന പണിഷ്മെന്റ് അവർക്ക് കൊടുക്കാം എന്ന് ഡിസിഷൻ തീരുമാനം എടുത്താൽ അത് ആ ഒരു കുറ്റവാളിയോട് അല്ലെങ്കിൽ ആ ജീവനക്കാരനോട് എത്രയും വേഗം അവരോട് അത് ആശയവിനിമയത്തിലൂടെ അറിയിച്ചിരിക്കണം. അങ്ങനെ അറിയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട ആ ഒരു കത്തിടപാടിൽ അല്ലെങ്കിൽ ആ ഒരു അറിയിപ്പില് ഉണ്ടാകേണ്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് താഴെ നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് റീസൺ ഫോർ ചാർജ് ഷീറ്റ് ഇഷ്യൂ ടു ദ എംപ്ലോയി. എംപ്ലോയിക്ക് എതിരെ അല്ലെങ്കിൽ ജീവനക്കാരന് നമ്മൾ കുറ്റപത്രം നൽകാനുള്ള കാരണം എന്താണ്. രണ്ടാമത്തത് റീസൺസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഇൻക്വയറി. ഏതൊക്കെ മെത്തേഡുകളാണ് നമ്മൾ പരിശോധനയ്ക്കായിട്ട് എടുത്തത്, അതിന്റെ കാരണങ്ങൾ. മൂന്നാമത്തത് റിസൾട്ട്സ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ഡൺ ബൈ ദ ഓഫീസേഴ്സ്. ഓഫീസേഴ്സ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പരിശോധനകളുടെ ഫലങ്ങൾ അല്ലെങ്കിൽ റിസൾട്ടുകൾ എന്താണ്. Then decision taken by the management regarding the actions to be taken or not. നാലാമത് മാനേജ്മെന്റ് എടുത്തിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനാക്ഷൻസ് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എങ്കിൽ അതിനെതിരെ ആ മാനേജ്മെന്റ് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്താണ്. നെക്സ്റ്റ് വൺ കൈൻഡ് ഓഫ് പണിഷ്മെന്റ്. ഏത് തരത്തിലുള്ള പണിഷ്മെന്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എന്ന് മുതലാണ് ഡേറ്റ് ഫ്രം വിച്ച് ദ പണിഷ്മെന്റ് വിൽ ബി ആപ്ലിക്കബിൾ, എന്ന് മുതലാണ് ഈ ശിക്ഷ ബാധകമാകുന്ന തീയതി എന്ന് മുതലാണ്. ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ഓഫ് പണിഷ്മെന്റ്. ക്ലിയർ ആണോ? അത് കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞു തരാം.
ഗൈഡ് ലൈൻസ് ഫോർ ഡിസിപ്ലിനറി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളാണ്. അതായത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സ്ഥാപനത്തിൽ നമുക്ക് ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് ശരിയായ രീതിയിൽ നിലനിർത്തണമെങ്കിൽ നമ്മൾ എപ്പോഴും മൈൻഡിൽ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് വൺ ആണ് പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. ഉടനടി നടപടി സ്വീകരിക്കണം. അതായത് ഇപ്പൊ ഒരു വയലേഷൻസ് നടന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിസ്കണ്ടക്ട്, ഒരു തെറ്റായ പെരുമാറ്റമോ ഒരു നിയമലംഘനമോ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എംപ്ലോയീസിനോട് വളരെ സമയബന്ധിതമായിട്ട് തന്നെ ആ എംപ്ലോയീസിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും ഒരുപാട് സമയം വൈകിക്കാതെ ഉടനെ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള അപ്പൊ ഉടനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാല് ഉടനെ പോയി അങ്ങോട്ട് അവിടെ പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളതല്ല കേട്ടോ. ഉടനെ നടപടികൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് അവരങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉചിതമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയും അതിനനുസരിച്ച് അവർക്ക് ആ ഒരു കുറ്റവാളിക്ക് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള പെനാൽറ്റീസ്, ശിക്ഷകളോ അല്ലെങ്കിൽ പിഴകളോ ഒക്കെ നൽകുകയും അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉടനെ അതിനോടൊരു നടപടികൾ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് എംപ്ലോയീസിന് ഈ പറയുന്ന വയലേഷൻസ് അല്ലെങ്കിൽ ലംഘനങ്ങൾ ഉണ്ടാവുന്നത് തടയാൻ പറ്റും അല്ലെ? മറ്റ് എംപ്ലോയീസ് ഇത് കാണാൻ ഒരാളെങ്ങനെ ചെയ്തു അപ്പൊ അവർക്ക് ഉടനെ തന്നെ അതിനുള്ള ഒരു ശിക്ഷ കിട്ടിയ അല്ലെങ്കിൽ പിഴകൾ കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ നമ്മൾ അത് ചെയ്യരുത് അല്ലെ? ആ രീതിയിലുള്ള മറ്റ് എംപ്ലോയീസ് ഇനി പിന്നീട് എന്ത് ചെയ്യില്ല, ഇങ്ങനെയുള്ള വയലേഷൻസിൽ ഉൾപ്പെടാതെ ഇരിക്കുകയും അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും സാധിക്കും. അതാണ് പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ എന്ന് പറയുന്നത്. ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇന്ന് മിസ് ഇത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഗൈഡ് ലൈൻസ് കുറച്ച് പോയിന്റുകളുണ്ട്, അത് ഒരുമിച്ച് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് ഗൈഡ് ലൈൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ പറയുന്ന സ്റ്റെപ്സ് ഒന്ന് നോക്കിയിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.